പഴയവരാണെങ്കിൽ നിങ്ങൾ ആ രൂപത്തിലുള്ള സാധനം ഇവിടെ വാദപ്രയാസം കഴിഞ്ഞാൽ എല്ലാവരും വ്യവസ്ഥാപരമായ രൂപത്തിൽ എല്ലാവർക്കും നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്, വേദനായി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞേണ്ട വിഷയണ്ട. ഇവിടെ ആരാണോ 5 നേരത്തിന്റെ തെരുവ് തരാൻ വേണ്ടി രംഗത്ത് വരുന്ന പണ്ഡിതന്മാർ ആരാണെങ്കിൽ അവർക്ക് നമ്മൾ ചോദ്യങ്ങൾ കൊടുക്കാനാണ് വ്യവസ്ഥാപനമായ രൂപത്തിൽ വാദങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തീരുമാനിക്കണം. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിക്കും തെളിവുകൾ ഇന്നതാണെന്ന് വ്യവസ്ഥ ചെയ്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യോത്തര രൂപത്തിലുള്ള വാദപ്രകാരം എപ്പോൾ വേണമെങ്കിലും നടത്താതെ പലഭാഗത്തൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പല ഭാഗത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ സെമിനാറുകളെ സംബന്ധിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിന്റെ കാര്യമാണ്. 5 നേരം 3 നേരം എന്ന് പറയുന്നത് വെറുതെ ഒരാളുടെ പ്രസംഗമായിട്ട് നടത്തി പോയാൽ പോരാ. ഈ പ്രസംഗത്തിന് അടിസ്ഥാനമുണ്ടോ, ഈ പ്രസംഗത്തിന് ഏതെങ്കിലും അസ്തിത്വമുണ്ടോ എന്നൊക്കെ സദസ്സെ ബോധ്യപ്പെട്ട ചുമതലയുണ്ട്. അപ്പൊ 5 നേരമല്ല 3 നേരമാണെന്ന് പറയുമ്പോൾ 5 നേരത്തിന് മറുപടി പറയാൻ തയ്യാറാണെന്ന് പറയുന്നു. 5 നേരത്തിന്റെ തെളിവ് കൊണ്ടുവന്നവർക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അതുപോലെ കൂടുതൽ അവഹേളിക്കാനല്ല, ഈ വിഷയത്തിന്റെ ഗാംഭീര്യം സമുദായത്തെ അറിയിക്കാൻ വേണ്ടിയാണ്. 5 നേരത്തിന്റെ തെളിവുകൾ ആളുകൾ എഴുതുന്നിരുന്നാലും അതിനെ ഖണ്ഡിക്കാൻ തയ്യാറാണെന്ന് പറയുന്നതിന്റെ ചുമതലയാണ്. അതുപോലെ 3 നേരത്തിന്റെ തെളിവുകളെ ആളുകളെ ഖണ്ഡിക്കുകയാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ചുമതലയിരിക്കുന്നെന്ന് പറയുന്നത് എന്റെ ചുമതലയാണ്. ഇത് അവഹേളിക്കാനല്ല, ശരിക്കും ഇസ്ലാമികമായ കാര്യം ഇസ്ലാമികമായ ഇവിടെ നമസ്കാരം 3 എന്ന് കണിശമായിട്ട് 14 കൊണ്ട് സ്ഥാപിച്ചതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടികൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനൊക്കെ വേദി വെച്ച് കൊടുക്കാൻ ഈ കമ്മിറ്റി തയ്യാറാണെന്ന് പല ഭാഗത്തും പ്രഖ്യാപിച്ചതാണ്. ഒരു 5 മിനിറ്റുകൾ സംസാരത്തിലോ 2 മണിക്കൂർ സംസാരിച്ചില്ലേ വളരെ മാന്യമായ രീതിയിൽ ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങളുടെ 2 മിനിറ്റ് നിശബ്ദമാക്കിയിരിക്കണം. ഞാൻ ഈ സംഘടനയിൽപ്പെട്ട ആളല്ല. ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഈ സദസ്സ് തല്ലിത്തിരിയുന്ന സദസ്സായി തിരിയരുത്. നിങ്ങൾ അറിയുമല്ലോ, ഇദ്ദേഹം ദയവായി ഒരു കേസ് നിങ്ങൾ കേൾക്കുക. ലോകത്ത് മനസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഴകുള്ള മനസ്സാണല്ലോ ഇബീസ്. അതേപോലെ ഈ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെപ്പോഴൊക്കെ വലിയ മനുഷ്യരാണ്. ആയിരക്കണക്കിന് താടിയും തലപ്പാവുമുള്ള മുദ്രന്മാരെ സൃഷ്ടിച്ചാളുക ഇബീസാണ്. എവിടെയില്ല
വിശദമായ കത്തുകളിലേക്ക് അതാണ്. പക്ഷെ അങ്ങനെ ഒരാളും കത്തയച്ചില്ല. ഞാൻ അർദ്ധരാം സുഗമിയുടെ അടുക്കൽ പോയ വ്യക്തിയാണ് ഞാൻ. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എന്നോട് ആവശ്യപ്പെടുന്നത്. അയാൾ 29-ാം തീയതി വരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചപ്പോൾ ഞങ്ങളുടെ സെമിനാർ കമ്മിറ്റി അംഗങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് മൊഴിയെയും കൂടി കൂടിയാലോചിച്ചുകൊണ്ട് അയാൾക്കൊരു മറുപടി എഴുതി. ആ മറുപടിയിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ബഹുമാന്യരെ, വലൈക്കും സലാം. നിങ്ങളുടെ മറുപടി കത്ത് കൈപ്പറ്റി മറുപടി അയച്ചതിന് നന്ദി പറയും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കിയാൽ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ട്. ക്ഷണക്കത്തിൽ നമ്പറിട്ട് വിവരിച്ച പ്രശ്നങ്ങളിൽ മൂലവിശേഖരത്തിന്റെ വാദങ്ങൾക്ക് വിരുദ്ധമായ നിലവിലുള്ള സമ്പ്രദായം തികച്ചും ഇസ്ലാമികമാണെന്ന് നിങ്ങൾ സമർപ്പിച്ചു തരാമെന്ന് മറുപടിയിൽ പ്രത്യേകം അറിയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷണക്കത്തിൽ കാണിച്ച 7 വിഷയങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കാൻ പോകുന്ന വാദമുഖങ്ങൾ ഏതൊക്കെയെന്നും മൗലവിശേഖരനോ സമർപ്പിക്കുന്ന വാദമുഖങ്ങൾ ഏതെല്ലാമാണെന്നും ഓരോരുത്തരും വ്യക്തമായി രേഖപ്പെടുത്തിയത് അത്യാവശ്യമായിരിക്കുന്നു. ഇത് നിഷ്പക്ഷമായി ഈ കമ്മിറ്റി അദ്ദേഹത്തോട് മാന്യമായി പറഞ്ഞ വാക്കുകളാണ്. കൂടാതെ നിങ്ങൾ പ്രമാണമാക്കുന്ന സുന്നത്തേതാണെന്നും ഏകനൂർ മൗലവി പ്രമാണമാക്കുന്ന സുന്നത്തേതാണെന്നും മുൻകൂട്ടി ചർച്ചയിൽ തീരുമാനിക്കേണ്ടതുണ്ടല്ലോ. ഇത് പറയാൻ കാരണമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഖുർആനും സുന്നത്തും എന്ന് എഴുതിയ സ്ഥാനത്ത് അദ്ദേഹം സുന്നത്തിന്റെ അരിയിൽ മാത്രമാണ് അടിവരയിട്ടത്. ഇതാ എവിടെയുണ്ട്, സുന്നത്തിന്റെ അരിയിൽ മാത്രം അടിവരയിട്ടു. ഖുർആനെ അദ്ദേഹം യാതൊന്നും കണക്കിലെടുത്തില്ല. അതുകൊണ്ട് സുന്നത്തിന്റെ അരിയിൽ മാത്രം അടിവരയിട്ടത് കൊണ്ടാണ് അവസാനമായി മുകളിൽ എന്റെ അടിവരയിട്ട ഭാഗം മറക്കരുത് മറുപടി ഉപദേശിക്കുന്നു. അപ്പോൾ ഖുർആനിന്റെ വിഷയത്തിലല്ല മുഖത്ത് തർക്കം. അപ്പൊ സുന്നത്തിന്റെ അടിവരയിട്ട ഭാഗം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുന്നത്തിന്റെ അടിയിൽ മാത്രം അടിവരയിടാൻ കാരണമല്ലേ? ആ സുന്നത്ത് നിങ്ങൾക്ക് വല്ലാത്ത ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ തെളിയിച്ചു തരണം, അത് എഴുതി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിനുള്ള അദ്ദേഹം പറഞ്ഞു ഇത് അപ്പോൾ പറയുന്നത് കേൾക്കണം. ഇത് വെറുതെ അക്ഷരത്തിനോട് കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ അപ്പോൾ അദ്ദേഹം എനിക്ക് വ്യവസ്ഥ എത്തിത്തരാൻ തയ്യാറില്ലാതെ എന്നെ വീട്ടിൽ വെച്ച് അസംബന്ധം പറയുകയാണ് ചെയ്തത്. അദ്ദേഹം അസംബന്ധം പറഞ്ഞപ്പോൾ ഈ ശബ്ദ പോരാടുന്നത് കൊണ്ട് 3 ആൾക്കാർ 4 ഭാഗത്തും ഓടി വന്നു. 4 ഭാഗത്തും ഓടി വന്ന് എന്നെ മോശമായ വാക്കുകളൊക്കെ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ ആ സംസ്കാര രീതി എന്നോട് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സെമിനാർ കമ്മിറ്റിക്ക് ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾ എഴുതി തരണം. അന്നേരം അദ്ദേഹം എഴുതാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ ഒരു മറുപടി എഴുതരാം. എന്തെഴുതരാം? ഏകസാക്ഷി രൂപത്തിലുള്ള ഹദീസിൽ പ്രമാണമാക്കുക എന്ന് അത് ഞാൻ അവിടെ പറയാമെന്ന് ഞാൻ അബ്ദുറഹ്മാൻ മുഖാന്തരം രേഖപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് എഴുതാൻ നോക്കിയപ്പോൾ ഞാൻ ഇതാക്കില്ല. വിഷയം അതല്ല. വിഷയം ഞങ്ങൾ എഴുതിയ പ്രശ്നങ്ങളോ അതല്ല നിങ്ങൾക്ക് വല്ല വിഷയം വേറെ പറയാനുണ്ടെങ്കിൽ അതും എഴുതിത്തരാൻ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹം ഒന്നായ സത്യം എഴുതിത്തരാൻ തയ്യാറായില്ല. ഇത് എന്റെ അനുഭവമാണ്. ഇത് ഞാനും ജബ്ബാറും ഇവിടുന്ന്, അതായത് കടപ്പാടുള്ള ജബ്ബാറും ഞാനും ഇടവണ്ണ മൗലവിയുടെ വീട്ടിൽ പോയി അദ്ദേഹം ജഗത്തെ എഴുതിത്തരാൻ തയ്യാറില്ല. ഏകനൂർ മൗലവി നിഷ്പക്ഷമായിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ തന്നെ നേരിട്ട് പോയി എഴുതി വാങ്ങണം. കാരണം കത്തയച്ചാൽ ചില സമയം അദ്ദേഹം കൈപ്പറ്റിയില്ല എന്ന് വരും. അത് നിങ്ങൾക്ക് ചില സമയം ആ സമയത്ത് എത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി എന്നുള്ള അപരാധം അദ്ദേഹം പരസ്യപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് പോയി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് ഗഡവണ്ണയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം നേരിട്ട് എഴുതിത്തരാൻ തയ്യാറില്ല. ഇത് എനിക്കുള്ള അനുഭവമാണ്. ഞാൻ അദ്ദേഹത്തെ മുമ്പിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിലിരുത്തിക്കൊണ്ട് ഞാൻ സമർപ്പിച്ചു തരാം. ഇത് ഞാൻ തയ്യാറാണ്. ആ പണ്ഡിതനെ, ആ 31 പണ്ഡിതന്മാരിൽ അദ്ദേഹം ഒരാൾ മാത്രമാണ് 29-ാം തീയതി വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. ആ അദ്ദേഹത്തേക്കാൾ ആരെയാണ് നിങ്ങൾ സമീപിക്കുന്നത്? അദ്ദേഹത്തേക്കാൾ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറയുന്ന അവരോടാണ് സമീപിക്കുന്നത്. ആ തയ്യാറുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു പണ്ഡിതന്റെ അടുത്ത് ഞങ്ങൾ പോയി സെമിനാർ കമ്മിറ്റിയുടെ ഈ കത്തുകൊണ്ട് പോയപ്പോൾ അദ്ദേഹം കൊള്ളാൻ സത്യം അവിടെ നിന്ന് വ്യവസ്ഥ തരാൻ തയ്യാറായില്ല.
തയ്യാറായില്ല. അങ്ങനെ മാത്രമല്ല, അദ്ദേഹം ശബ്ദമുണ്ടാക്കി നാലുപാടത്തും ആളെ വരുത്തി വെച്ചു, ആളെ വരുത്തി വെച്ച് എന്നെ അടക്കം എന്നെ കമ്മിറ്റിക്കാരെ അടക്കം മോശമായ വാക്കുകളാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് പലതും ഞങ്ങളോട് അഭിസംബോധന ചെയ്യാം, നിങ്ങൾക്ക് അതിനുള്ള വകുപ്പുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുന്നു, ഈ കണ്ടുപോകുമാണ് വെറുതെ അച്ഛതയിൽ വെറുതെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സംഗതി അറിയാതെ മേക്കപ്പത്ത് തിരിച്ചു വെച്ച് വന്നു, തിരിച്ചു വെച്ച് വരികയാണ്. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത മറുപടി അദ്ദേഹത്തിന് കൈ കൊടുത്താൽ ആ മറുപടി ഞാൻ വായിച്ചതാം. കൂടാതെ നിങ്ങൾ പ്രമാണമാക്കും സുന്നത്തേതാണെന്നും ലേഖനവും പോലെ പ്രമാണമാക്കും സുന്നത്തേതാണ്. നമ്മുടെ പരിപാടി തുടർന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ ആരംഭിക്കാൻ പോകണം. നോട്ടീസിൽ കാണിച്ചുള്ള കണക്കിൽ കാണിച്ചുള്ള 7 വിഷയങ്ങളായിരുന്നു. 7 വിഷയങ്ങളിൽ 2-3 പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കാൻ കഴിയുള്ളൂ. 2-3 വിഷയങ്ങൾ പ്രതിപാദിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനിയും നമുക്ക് അറിയാൻ അത്യാവശ്യമായ 2-3 കാര്യങ്ങൾ നോട്ടീസിൽ കാണിച്ചത് മനസ്സിലായിരിക്കണം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് സെമിനാർ കമ്മിറ്റി കത്തയച്ചതിന്റെ ഉദ്ദേശം വളരെ ഗൗരവമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പുസ്തകങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവരും അറിയാം. അത് ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ, അന്ധമായിട്ടത് സ്വീകരിക്കാൻ എന്നത് ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം അത്ര മോശമായ കാര്യമല്ല. നമസ്കാരം അഞ്ചുള്ളത് പാരമ്പര്യമായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ, അതുപോലെ 16 പണ്ഡിതന്മാർ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കോടിക്കണക്കിന് ആൾക്കാർ അത് അനുവർത്തിച്ചുകൊണ്ട് വരുമ്പോൾ അത് 5-ന്റെ 3 മാത്രമേ ഉള്ളൂ. അതാണ് ഖുർആനിന്റെ പ്രമാണം. ഖുർആൻ വ്യക്തമാക്കിയത് അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വാദം കുറ്റമാണെന്ന ധാരണ ആദ്യമായിട്ട് മുൻനിർത്തുന്നത്. അത് കുറ്റമാണമല്ല. ബുഖാരിയടക്കം രേഖപ്പെട്ട് കിടക്കുന്ന അലി നബി താലിബിന്റെ കാലം മുതൽ ഇറാഖിലൂടെ ഇതുവരെ നിലനിന്ന് പോകുന്ന ഒരു സമ്പ്രദായം അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉത്തരവാദിത്വത്തോടു കൂടി അതിന് തയ്യാറായാൽ മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. ആ വിഷയത്തിൽ ഒരാൾ പറയുന്ന വാദം മാത്രം സ്വീകരിക്കണമെന്നില്ല, അതിന് മറുപടി പറയാനുള്ള അർഹത മറ്റുള്ളവർക്കുണ്ട് എന്നുള്ളത് ന്യായമാണ്.